ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ആയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. രാജ്യത്ത് സ്ഥിരതയും സമാധാനവും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ അവസ്ഥകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യം മതം വളർത്താൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മതം വളരുമായിരിക്കും, പക്ഷേ ആ രാജ്യം തകരും. ആ രാജ്യം തകർന്ന് തരിപ്പണമാകും എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പല രാജ്യത്തിൻ്റെയും അവസ്ഥകൾ നമുക്കറിയാം, ഹിസ്റ്ററി നമുക്കറിയാം, പാകിസ്ഥാൻ ഉൾപ്പെടെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള റാഡിക്കലൈസേഷൻ പല ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് അത് രാജ്യത്തിൻ്റെ പുരോഗതിയെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യ അത് നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ എന്താ വിഴുങ്ങിയ ഒരു ക്യാൻസർ ഒന്നുമല്ല എങ്കിൽ തന്നെയും നമുക്ക് അതില്ല. റാഡിക്കലൈസേഷൻ, പല മതങ്ങളെ സംബന്ധിച്ചുള്ള റാഡിക്കലൈസേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പലതരത്തിലുള്ള വികസനത്തെയും വികാസത്തെയും പ്രോഗ്രസിനെയൊക്കെ തന്നെ തടസ്സം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഒരു ഫിനോമിന, പ്രതിഭാസമാണ്. പക്ഷേ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മതാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യമായതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ വൻതോതിലുള്ള എന്താണ് കനത്ത വിലയാണ് നൽകുക. പാകിസ്ഥാനെ നമുക്കറിയാം, അത് ഓൾറെഡി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യം കൊണ്ട്, അതായത് അമേരിക്ക, ചൈന, ടർക്കി, സൗദി, ഖത്തർ, UAE ഇതുപോലുള്ള രാജ്യങ്ങളുടെ സഹായങ്ങൾ കൊണ്ട് മാത്രം അവിടെ അവർ തൽക്കാലം പിടിച്ചു നിൽക്കുന്നു എന്നല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പറയത്തക്ക സവിശേഷതകളൊന്നും ആ രാജ്യത്തെ സംബന്ധിച്ചില്ല. ഇപ്പം നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് സാമ്പത്തികമായിട്ട് ലോകത്തിലെ അത്യാവശ്യം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ അത്യാവശ്യം സാമ്പത്തിക വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക ഒരു സെക്ടറായിരുന്നു അവരുടെ എക്കോണമിയിൽ. അതൊക്കെ വളരെ എന്താണ് വൻതോതിലുള്ള പുരോഗതി പ്രാപിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ശരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന, ഇന്ത്യയെക്കാളിലും കൂടുതൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. പക്ഷേ അവിടെ ഷെയ്ഖ് ഹസീനെ സ്ഥാനഭ്രഷ്ടയാക്കിയതിന് ശേഷം മുഹമ്മദ് യൂനുസിൻ്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ ഒരു മതരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് രാജ്യം ഇപ്പോൾ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ഇല്ല, ഗ്യാസ് ഇല്ല, എനർജി ഇല്ല. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ, അതുപോലെ തന്നെ ലെതർ ഇൻഡസ്ട്രി, ഇതൊക്കെ തന്നെ വിദേശ ഓർഡറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഡറുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ രാജ്യത്തും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ യുവജന പ്രക്ഷോഭം എന്നാണ്. ഏത് രാജ്യത്ത് നമ്മളെടുത്ത് നോക്കിയാൽ മതി. നമ്മൾ അറബ് സ്പ്രിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പണ്ടത്തെ ഇറാൻ റവല്യൂഷൻ്റെ സമയത്ത് ഉള്ള കാഴ്ചകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലും അങ്ങനെയൊക്കെ തന്നെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. യുവജനങ്ങളെ ട്രിഗർ ചെയ്ത് തെരുവിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മൾ തെരുവിലേക്ക് അയക്കുക. അത് കൂടുതലും മതത്തിൻ്റെ പേരിലായിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്നതല്ല. അത് ഇത്ര ആൾക്കാരെ സംഘടിപ്പിക്കണമെങ്കിൽ അത് മാത്രമേ പറ്റത്തുള്ളൂ. അല്ല മറ്റൊരു സോഷ്യൽ കോസിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക വിഷയത്തിൻ്റെ പേരിലൊന്നും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി ഈ അക്രമങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികളൊന്നും നടത്തത്തില്ല. അപ്പോൾ നമുക്ക് ഈ ബംഗ്ലാദേശിൽ കണ്ട കാഴ്ചകൾ നമുക്ക് വളരെ ഭീതി പടർത്തുന്നതാണ്. ഭീതി പടർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അയൽ രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തെയും പല രീതിയിൽ ബാധിക്കുന്ന ഒരു വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയോ രാജ്യം തകർന്നടിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അവിടുന്ന് തീർച്ചയായിട്ടും വീണ്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ എന്ന് പറയുന്ന ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്.
അത് നമുക്ക് ഇന്ത്യക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് വീണ്ടും നമുക്ക് പഴയതിനേക്കാളും പണ്ടത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ഡെമോഗ്രാഫിക് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു വിഷയം മാത്രമാണ്. പിന്നെ നമുക്കറിയാം ഇന്ത്യയെ കൂടുതലായിട്ട് അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്കൊരു പക്ഷേ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു പക്ഷേ ഇന്ത്യക്ക് സൈനികപരമായിട്ടുള്ള ഏതെങ്കിലും നടപടികൾ എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് യുദ്ധത്തിലേക്ക് നയിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിനത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വളരെ സങ്കീർണതകൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അയൽ രാജ്യത്തെ പ്രശ്നങ്ങൾ ഏത് രാജ്യത്തിനും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന അസ്ഥിരത അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ എന്താണ് പറയുന്നത് ഒരു പ്രതിസന്ധി അവിടുത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാകുന്ന വലിയ സങ്കീർണതകളും പ്രതിസന്ധികളും ഒക്കെ തന്നെ അയൽ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നേർസ്ഥിതി ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണ് പറയുമ്പോൾ. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഏറ്റവും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ദക്ഷിണേഷ്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിച്ചുകൊണ്ടിരുന്ന അല്ല നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അവരുടെ ഭരണകാലത്ത് വ്യാവസായിക മേഖലയിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ ലെതർ ഇൻഡസ്ട്രിയിൽ ഈ ഒരു മേഖലകളൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവരതിനകത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് കൊണ്ട് ഈ സെക്ടേഴ്സൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ കൂടുതൽ വികസനത്തിൻ്റെ ഒരു പാതയിലൂടെ മുന്നോട്ട് പോവുകയും അതുവഴി അവർക്ക് കൂടുതൽ കയറ്റുമതിയും തൊഴിൽ ഒക്കെ സൃഷ്ടിക്കാൻ സാധിച്ചു. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് അവർക്ക് ഈ പറഞ്ഞ അവരെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് മാറ്റുകയും അവർ ഇന്ത്യയിലേക്ക് വരികയും ഈ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഭരണം, അതൊരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ഭരണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് കൂടുതൽ മതമൗലികവാദികൾക്ക് അല്ലെങ്കിൽ റാഡിക്കൽ ഫോഴ്സിനെ കൂടുതൽ അഴിഞ്ഞാടുവാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിട്ട് മാറിയത് രാജ്യം ഇത്രയും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ രാജ്യം തീർച്ചയായിട്ടും ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടുള്ള തകർച്ചയുടെ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കിയിരിക്കുകയാണ്. അവരുടെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ മറ്റു പല വ്യവസായ മേഖലകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള തകർച്ചയുടെ വക്കിൽ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രക്ഷോഭം, സിവിൽ വാർ ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ അവിടെ ഇല്ലേ സിവിൽ ലൈഫ് അതുപോലെ തന്നെ എക്കണോമിക് ലൈഫ്, സോഷ്യൽ ലൈഫ് എല്ലാം എന്താണ് പറയുന്നത് ടോട്ടലി നിശ്ചലമാകും. അവിടുത്തെ ഫാക്ടറികളിൽ അടച്ചുപൂട്ടും. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രതിസന്ധികൾ കാരണം അവർക്ക് ഇലക്ട്രിസിറ്റി, എനർജി, ഊർജമൊന്നുമില്ലെങ്കിൽ ഫാക്ടറികളും ബിസിനസ് സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തില്ല. അതൊക്കെ കൂടുതലായിട്ടുള്ള പ്രതിസന്ധികൾ അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കി വെക്കും. അത് സാമൂഹികമായിട്ടുള്ള പിന്നെ വലിയ ഒരു എന്താണ് പറയുന്നത് ക്രൈസിസ് ഉണ്ടാക്കി വെക്കും എന്നുള്ളതിനകത്തിൽ നമുക്ക് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല രാജ്യത്തുള്ള സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ അവിടെ വൈദ്യുതി, ഗ്യാസ് ഇതൊക്കെ നല്ലൊരു എക്കോണമി ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ പവർ ചെയ്യുന്ന എനർജി പിന്നെ സിസ്റ്റംസ് ആണല്ലോ. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, ഗ്യാസ് ഇതൊക്കെ തന്നെ ഇല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പിന്നെ ബിസിനസ് മേഖലകളും ഫാക്ടറീസും പ്രൊഡക്ഷൻ യൂണിറ്റ്സും ഒക്കെ തന്നെ പ്രവർത്തനം നിശ്ചലമാകും. അപ്പോൾ അവർക്ക് ടോട്ടലുള്ള കപ്പാസിറ്റിയുടെ പകുതിയുടെ താഴെയൊക്കെ അവർക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം ആകെയുള്ള കപ്പാസിറ്റിയുടെ 30%-ത്തിലേറെ നിർജ്ജീവമായ അവസ്ഥയിലെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫാക്ടറികളുടെ പ്രവർത്തനം നിൽക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഉള്ള അവസ്ഥ അവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടമാകും. തൊഴിൽ നഷ്ടമാകുന്ന വീണ്ടും സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കും, പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൂടുതലത് എന്ത് ചെയ്യുക ഇൻറ്റൻസിഫൈ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ താമസിയാതെ തന്നെ ഇപ്പോൾ ഉള്ള പല ടെക്സ്റ്റൈൽ ഫാക്ടറികളും അതിൻ്റെ പകുതിയിൽ കൂടുതൽ ഏകദേശം 2026 തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ഒരു പക്ഷേ അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നാണ് നിർമ്മാതാക്കളുടെ മുന്നറിയിപ്പ്. അപ്പോൾ ഇതുവഴി ഉൽപ്പാദനത്തിൽ 50% കുറവ് വരും. 50% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറവാണ്. അതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ രാജ്യത്തിന് പെട്ടെന്നൊന്നും കരകയറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കത്തില്ല. അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ധാക്ക, ചിറ്റോങ്, ഗാസിപ്പൂർ ഇവിടെയൊക്കെയാണ് അവരുടെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ വൈദ്യുതി, ഗ്യാസ് ഇതൊക്കെ ലഭിക്കുന്നത് കുറഞ്ഞതോടുകൂടി വലിയ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ് അവിടെയൊക്കെ
ഉണ്ട്. കാരണം പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്കറിയാം റവന്യൂ കുറയും, ബിസിനസ്സുകൾ അടച്ചുപൂട്ട് ഒന്നൊന്നായിട്ട് ജോലി നഷ്ടപ്പെടും. അപ്പം ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വരുമാനം നഷ്ടപ്പെടും, ജീവിക്കാൻ പറ്റാതെ വരും. അത് ക്രൈമിലേക്കും മറ്റുള്ള സിവിൽ വാറിലേക്കും ഒക്കെ അത് രാജ്യത്തെ കൊണ്ടെത്തിക്കും, അല്ല സമൂഹത്തെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഈ ഹസീനയെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടയാക്കാൻ അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് അധികാരഭ്രഷ്ടയാക്കാൻ ഏറ്റവും മുൻപിലുണ്ടായിരുന്ന ഈ വിദ്യാർത്ഥി നേതാവാണ് ഷരീഫ് ഒസ്മാൻ ഹാദി. പുള്ളിയാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ ആഭ്യന്തരമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായിരിക്കുകയാണെന്ന് നമുക്കറിയാം. ധാക്ക നഗരത്തിൽ നിന്ന് കലാപം മറ്റ് വ്യവസായ നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ മേഖലകളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല പല ഫാക്ടറികളും ഒക്കെ തന്നെ ഇപ്പോൾ അടച്ചുപൂട്ടേണ്ടി വരും. കാരണം അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അക്രമികൾ വന്ന് തല്ലിപ്പൊട്ടിക്കുക, അവരുടെ ജീവന് ഭീഷണിയാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആരും തുറക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ബന്ധും ഹർത്താലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള ബന്ധും ഹർത്താൽ ഒരു ദിവസമാണെങ്കിൽ ഇത് സ്ഥിരമായിട്ടുള്ളൊരു സംഭവം, ഒരു അതിന് സമാനമായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ. അപ്പം തീർച്ചയായിട്ടും ആൾക്കാർ പുറത്തിറങ്ങത്തില്ല. സിവിൽ ലൈഫ് അല്ലെങ്കിൽ ജനജീവിതം സ്തംഭിക്കും. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും രൂക്ഷമായ തലത്തിലേക്ക് അതിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അവിടുത്തെ പ്രക്ഷോഭം ഇങ്ങനെ തുടരുന്നതുകൊണ്ട് ബംഗ്ലാദേശിന് കിട്ടിക്കൊണ്ടിരുന്ന ഓർഡറുകളൊക്കെ തന്നെ ഇപ്പം നഷ്ടമായ അവസ്ഥയിലാണ്. പുതിയ ഓർഡറുകളൊന്നും, കാരണം നമുക്കറിയാം ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഒരു രാജ്യത്ത് സമൂഹത്തിൽ മാത്രമേ മറ്റുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് അവർ ചെയ്യാനും. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏഹ്, സാധനങ്ങൾ, പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ മേടിക്കണമെങ്കിൽ തന്നെ അവിടെ ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിച്ചാലേ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചാലേ സാധിക്കത്തുള്ളൂ, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തുറന്ന് പ്രവർത്തിച്ചാലേ സാധിക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലോ അല്ലെങ്കിൽ അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്നത് കൊണ്ടോ തീർച്ചയായിട്ടും അവർക്ക് ഓർഡറുകൾ ഡെലിവർ ചെയ്യാൻ സാധിക്കത്തില്ല, പ്രൊഡക്ഷൻ നടക്കത്തില്ല, മാനുഫാക്ചറിങ് നടക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തുള്ള രാജ്യത്തിനകത്തും ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടുള്ള ഓർഡറുകൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബംഗ്ലാദേശ് കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയിൽ കൂടെയാണ്. അത് ഇന്ത്യക്ക് നമുക്കറിയാം, ഇപ്പം ഒരു പിന്നെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്ന പോലെ തന്നെ ബംഗ്ലാദേശിൽ നഷ്ടപ്പെടുന്ന ഓർഡറുകൾ നാച്ചുറലി കിട്ടാനുള്ള സാധ്യത അതിൻ്റെ ഒരു നല്ല പരിധി വരെ ഇന്ത്യക്ക് കിട്ടും. അതുപോലെ തന്നെ വിയറ്റ്നാം എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ പറഞ്ഞ ഓർഡറുകളൊക്കെ പോകുന്നുണ്ട്. പാകിസ്ഥാൻ എന്തായാലും അതിനുള്ള സാധ്യതയില്ല. കാരണം പാകിസ്ഥാൻ ഇതിനേക്കാളിൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടനും അന്യനുമായിട്ട് മാറിയിരിക്കുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അസ്ഥിരത ബംഗ്ലാദേശിൻ്റെ ബിസിനസ്സിനെയും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിനെയൊക്കെ ബാധിച്ചത് കൊണ്ട് അവരുടെ കയറ്റുമതിയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കയറ്റുമതി ചെയ്യാതെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം. അപ്പോൾ ആ രാജ്യങ്ങൾക്ക് ബംഗ്ലാദേശിനെ ഇപ്പോൾ ആശ്രയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ബദൽ സംവിധാനമായിട്ട് ഇന്ത്യ, വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങൾക്കാണ് അവരിപ്പോൾ ഓർഡറിന് വേണ്ടി അവർ സമീപിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കൻ ടാരിഫിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇതൊരു റിലീഫ് ഫുഡാണ്. ഒരു നമ്മളെന്താ ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയും, ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ നമ്മൾ പറയും. കാരണം ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ് അമേരിക്കൻ വിപണി, നഷ്ടപ്പെട്ട അമേരിക്കൻ വിപണിക്ക് പകരം ബദൽ വിപണികൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയും ബംഗ്ലാദേശിന് നഷ്ടപ്പെട്ട ഓർഡറുകളൊക്കെ തന്നെ നമ്മളത് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു കാഴ്ച കൂടെ അങ്ങനെ നമുക്കതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ആണ്. നമുക്കിപ്പോൾ അതൊരു സൈ ഓഫ് റിലീഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് അവിടുത്തെ ക്രൈസിസ്, നെയ്ബറിങ് കൺട്രി എന്ന രീതിയിൽ അവിടുത്തെ ക്രൈസിസ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെങ്കിൽ തന്നെയും മറ്റൊരു രീതിയിൽ നമുക്കതൊരു ഉപകാരമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ടോ മാറുന്നു. അപ്പോൾ ഈ പറഞ്ഞ ബംഗ്ലാദേശിലെ അസ്ഥിരത, ഇൻസ്റ്റെബിലിറ്റി, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെതർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഈ പറഞ്ഞ തകർച്ചയിലേക്ക് തള്ളിവിടുന്നത് കൊണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കാണ്. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം അവിടെ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ലെതർ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അസ്ഥിരത അല്ലെങ്കിൽ സിവിൽ വാർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ടെക്സ്റ്റൈൽ വ്യവസായത്തെയാണ്. അപ്പോൾ അതിൻ്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് അത്രയ്ക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റുന്ന ഒരു പ്രതിസന്ധിയല്ല
കാരണം ഇതിനിപ്പം കുറെ കഴിഞ്ഞ് അവിടെ ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ നഷ്ടപ്പെട്ട ഈ പറഞ്ഞ സംവിധാനങ്ങളെയൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഏത് രാജ്യത്തിനും ഇങ്ങനെയുള്ള നഷ്ടങ്ങളെ അവർക്ക് റിക്കവർ ചെയ്യാൻ പെട്ടെന്നൊന്നും സാധിക്കത്തില്ല. ഇനിയും ഏതായാലും ഈ ഭരണം ഈ പറഞ്ഞ യൂസ് എന്താണത് മുഹമ്മദ് യൂനുസ് അവിടെ ഭരണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഫെബ്രുവരിയിൽ അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഇലക്ഷൻ നടന്ന അവിടെ ആരാണ് വിജയിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള ഏതെങ്കിലും ഭരണമാണ് അവിടെ വരുന്നതെങ്കിൽ വീണ്ടും ഇതിനേക്കാളിൽ സ്ഥിതികൾ വളരെ ഗുരുതരമാവുകയും അല്ലെങ്കിൽ വളരെ രൂക്ഷമാവുകയും ചെയ്യും. രാജ്യം വീണ്ടും മത മതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ആയിട്ടവിടെ മാറുകയും ഈ മതമൗലികവാദികൾ അല്ലെങ്കിൽ അവർ കൂടുതൽ ഭരണത്തിൽ പിടിമുറുക്കുകയും ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ വീണ്ടും വഷളാനുള്ള സാധ്യതകളൊക്കെ തന്നെ ആണ് നമുക്ക് അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നോബൽ പീസ് പ്രൈസ് വിന്നർ അവിടെ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം ഇദ്ദേഹം അന്നന്ന് മുതൽ അവിടുത്തെ അസ്ഥിരതകൾ അല്ലെങ്കിൽ രാജ്യം പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങിയതാണ്. ഇതുവരെ അതിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞ പ്രതിസന്ധിയിൽ നിന്നും ബംഗ്ലാദേശിനെ കൈപിടിച്ച് കയറ്റാനൊന്നും ഈ പറഞ്ഞ ഭരണാധികാരിക്ക് ഇതുവരെ സാധിച്ചില്ല എന്നുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത് സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. കാരണം തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ ഏഹ്, സഹായിക്കാനല്ല ഇങ്ങനൊരു ഭരണത്തലവൻ ഭരണത്തലവനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ഇദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള രാജ്യത്തിൻ്റെ തകർച്ചയല്ല, മറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ തകർക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു ഭരണത്തലവനെയും ഭരണ സംവിധാനത്തെയും അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിലീജിയസ് റാഡിക്കലൈസേഷൻ, മതമൗലികവാദം അല്ലെങ്കിൽ മതത്തിൽ ആ, അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തിൻ്റെ ഭരണവും അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ എന്താ പറഞ്ഞല്ലോ ഈ ഗവൺമെൻറ്റുകളും ഒക്കെ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് രാജ്യത്തിന് ചെന്നെത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ളൊരു ഉദാഹരണമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷൻ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ പറഞ്ഞ പ്രതിസന്ധികളിൽ നിന്നും ബംഗ്ലാദേശിന് കരകയറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം എളുപ്പമല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ ഷെയ്ഖ് ഹസീനെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് ആട്ടിപ്പായച്ചതും ഇങ്ങനെയുള്ളൊരു ഭരണത്തലവനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ